ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ആദ്യം റബ്ബർ വെട്ടാൻ വേണ്ടി പോവാം ഗൈസ്. നമുക്ക് ഇപ്പോൾ രാവിലെ ആവുന്നു. രാവിലെ ആയതിൻ്റെ ലക്ഷണമാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. നല്ല സീനറിയാണ്. ഇവിടെയൊക്കെ കുറേ പേര് ഫോട്ടോയൊക്കെ എടുക്കാൻ വരുന്നുണ്ട്. ഇതുകൊണ്ട് അങ്ങ് കുറേ മലയൊക്കെ കണ്ടു ഗൈസ്. പിന്നെ നമുക്ക് രാവിലെ ഈ വഴി കൂടാണ് നമ്മളെന്നും പോകുന്നത്. അപ്പോൾ ഈ വഴി കൂടെ നമ്മൾ ആദ്യമേ റോഡ് വന്ന് തോട്ടത്തിലേക്ക് കയറി. അപ്പോൾ നേരെ കാണുന്ന ഒരു അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ അതുവഴി ഒന്നും പോകണ്ട നമുക്ക്. ഇപ്പോൾ ഇതേപോലെ ഇതുവഴി കയറിപ്പോൾ ഇതുവഴി ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ടിൽ കൂടി ഇങ്ങനെ പതുക്കെ ഞാൻ ഇപ്പോൾ പോകുന്നത് ഗൈസ്. അപ്പം നമുക്ക് രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് 6 മണി 6:30 ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു പാറയുണ്ട്. അതുകൊണ്ട് അതൊരു കുളമാണ് കേട്ടോ. പക്ഷെ അവിടെ ഇപ്പം വെള്ളമൊന്നുമില്ല. പക്ഷെ ഭയങ്കരമായിട്ട് മഴ പെയ്താൽ നല്ല വെള്ളമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മാക്രി കുഞ്ഞുങ്ങളൊക്കെ വരുന്ന പോലെ ഗൈസ്, അതേപോലാണ്. അപ്പം ഇത് പാറയാണ്. ഇവിടെയൊക്കെ വെച്ചിട്ട് കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ പാറയുടെ മേളിൽ കൂടി ഇങ്ങനെ പതുക്കെ നടക്കുന്നത്. അതുകൊണ്ട് അത് കാടൊന്നുമല്ല ഗൈസ്. നിങ്ങളെ വിചാരിക്കാൻ കാടൊന്നുമല്ല. ഇതേപോലെ ഒരു ചെറിയ വഴിയുണ്ട്. ഇതൊക്കെ വെട്ടി കളയണം. ഇതൊന്നും നമ്മുടെ അല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. അപ്പം ഇതേപോലെ ചെറിയൊരു വഴിയുണ്ട്. ഇതേപോലെ ഇങ്ങനെ നടന്നിട്ട് നമുക്ക് ആദ്യമേ നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കയറ്റം പോലുണ്ട്. ഇത് അവിടെ വീടും പള്ളിയൊക്കെയാണ് ഗൈസ്. അപ്പം കണ്ട് ഇതേപോലെ ഈ വഴിയിൽ നമ്മൾ അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് കണ്ട് ഇതേപോലെ ഇത് വഴിയൊന്നും അല്ല, എന്നാലും എപ്പോഴും എല്ലാവരും നടന്ന് പോകുന്നതുകൊണ്ട് ഇത് വഴിയായതാണ് ഗൈസ്. അപ്പം അതിൻ്റെ അപ്പുറത്ത് തന്നെ അമ്പലമാണ് നമ്മൾ നേരത്തെ കാണിച്ച അമ്പലം. ഇതാണ് ഞാൻ പറഞ്ഞ റബ്ബർ തോട്ടം. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് വെട്ടാൻ ഗൈസ്. ഇപ്പം നേരത്തെ തണുപ്പുണ്ട് ഗൈസ്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നുള്ളതാണ് അമ്പലം ഞാൻ പറഞ്ഞു. അപ്പം അവിടെ അച്ഛൻ ഇരുന്ന് വെട്ടുന്നുണ്ട് കേട്ടോ. അച്ഛൻ കൊണ്ട് അവിടെ നിന്ന് വെട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ഇത്ര തിക്കിലുള്ള ഇതേ ഉള്ളൂ മരം. അപ്പം നമുക്ക് ഇനി അത് വെട്ടുന്ന കാണാം ഗൈസ്. ഇവിടെ എന്നാലും ഫുൾ സീനറിയാണ്. നമുക്ക് നേരത്തെ നമ്മുടെ അവിടെ ഇന്നാലും പത്തനംതിട്ട ചുറ്റുപാറയൊക്കെ അറിയാവുന്നവർക്ക് അറിയാം. നമ്മുടെ ചുറ്റുപാറ അറിയാവുന്നവർക്കറിയാം. നമ്മൾ പക്ഷേ ഇവിടെ ഇന്നാലും നമുക്ക് ചുറ്റുപാറയുടെ ചോപ്പ് വേണമെങ്കിൽ കാണാമായിരുന്നു. ഇപ്പം കാടൊക്കെ വന്നോണ്ട് പറ്റത്തില്ല, അന്ന് കാണുമായിരുന്നു. ഇതാണ് അച്ഛൻ വെട്ടുന്നത്. അച്ഛൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആദ്യമേ ഇതൊക്കെ വെട്ട്. നിങ്ങളിങ്ങനെ കാണാൻ പോയിട്ടുണ്ടോ ഗൈസ് വെട്ടാനൊക്കെ? ഞാൻ വെട്ടാൻ എപ്പോഴും പോകുന്നുണ്ട് ഗൈസ്. അപ്പം വെട്ടി ഫുള്ളെടുത്തു. ഇങ്ങനെ ചരിച്ച് വെട്ടണം, അല്ലെങ്കിൽ പിന്നെ തെറ്റി കയ്യിലൊക്കെ കയറിയിട്ട് പിന്നെ ഭയങ്കര മോശമാകും ഗൈസ്. സൂക്ഷിച്ചൊക്കെ വെട്ടുക, ഇല്ലെങ്കിൽ ഇങ്ങനെ കൈ ചെത്തിപ്പോവും വരും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ ഗൈസ്. അപ്പം പിന്നാണ്ട് അവിടെയൊക്കെ നല്ല സീനറിയാണ് ഗൈസ്. അപ്പം ഇവിടെ ദൂരെ കാണുന്നത് മലയും ഇതൊക്കെയാണ്. നമുക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് കാണാം. അത്ര ടോപ്പിലാണ് നമ്മൾ, അത്ര ടോപ്പിലായിട്ട് നിൽക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വെട്ട് നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നാളെ അടുത്ത വീഡിയോ ആയിട്ട്